ഇപ്പൊ അടുപ്പ് കത്തി കണ്ടിട്ട് കുറെ ദിവസമായിക്കൂലേ. ഇപ്പൊ വെറും ഉടായ്പാണ് കേട്ടോ. അടുപ്പത്തേക്കൊന്നും വരലില്ല. വെറും ഗ്യാസും അതേപോലെ തന്നെ കരണ്ടടുപ്പുമ്പിലാണ് കുക്കിങ്. ഇപ്പൊ നമുക്ക് ന്യൂട്രിലഡുവിന്റെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടേ നല്ല തിരക്കും കാര്യങ്ങളുമാണ്. ഓർഡറും കാര്യങ്ങളൊക്കെ മാഷാല്ലാ ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷങ്ങളും സപ്പോർട്ട് കൊണ്ടാണ്. ഒരുപാട് പേര് വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടാവും ഒരുപാട് ഓർഡർ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അൽഹംദുലില്ലാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, പുട്ടും കടലയും. അപ്പോൾ പുട്ടുപൊടിയൊക്കെ ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കടലയൊക്കെ കുക്കർക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇടാനുള്ള മസാലപ്പൊടികളും ഒക്കെ ഇട്ടാണ്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട്, അരിയൊക്കെ കഴുകി വെച്ചിനി, എന്നാലും തിളച്ച വെള്ളം കൊണ്ടൊന്നും കൂടെ കഴുകിയിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റേഷനരി ആയതുകൊണ്ടേ പെട്ടെന്ന് തന്നെ വന്നോളും. പിന്നെ മക്കൾക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ പുട്ടുപൊടിയൊക്കെ ഒന്ന് നനച്ചത് കുറച്ച് നനവേറി പോയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ പുട്ടുപൊടി നനച്ചാല് പാകത്ത് നനവായിട്ട് കിട്ടലുണ്ട്. ഇന്ന് എന്താണെന്ന് അറിയില്ല, കുറച്ച് നനവേറിയിക്കണം, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങയും പുട്ടുപൊടിയൊക്കെ ഇട്ടാണ്ട് പുട്ടൊക്കെ ആവിയായിട്ടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാനാണ്. അതിന്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പുട്ടുചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കടലക്കറി ആയി, അതൊന്ന് തൂമിക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ ചോറ് വെന്ത് ചോറും ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അടുപ്പത്ത് നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചട്ടി ചൂടാവണമെങ്കിൽ കുറച്ചു നേരം പിടിക്കും. അപ്പൊ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ച്, പിന്നെ അതിന്റെ ഇടയിൽ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു കൊടുത്തു. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കൂട്ടാന്. നല്ല മസാലയൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ കിഴങ്ങ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ. കിഴങ്ങാകുമ്പോൾ കുറച്ച് വേവുണ്ടല്ലോ. പിന്നെ അതിക്ക് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ ചട്ടി സൂപ്പറാണ്, നല്ല കട്ടിയുള്ള ചട്ടിയാണ്. അപ്പം ചെറിയ തീയിലിട്ടിട്ട് അടുപ്പത്ത് അങ്ങനെ വെച്ചാൽ മതി. പിന്നെ കിഴങ്ങ് വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് അതേപോലെ ചിക്കി പരത്തിയെടുത്തുണ്ടല്ലോ, അടിപൊളി കൂട്ടാനാട്ടോ. വേറെ കൂട്ടാനൊന്നും വേണ്ട, വയറ് നിറച്ച് ചോറ് വയ്ക്കാം. അപ്പോൾ മഞ്ചുമുഴുക്കുള്ള ചോറ് വാഴൻ്റെലിയിൽ വിളമ്പിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളെ കിഴങ്ങ് കൊണ്ടുള്ള മസാല കൂട്ടാനൊക്കെ ഇട്ട് കൊടുത്തു. ഇല പൊതിഞ്ഞ് ഓൾക്കുള്ള ചോറ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. മഞ്ചുമോൾ ഇപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ട്. ഇപ്പം വാഴൻ്റെലിയിൽ തന്നെ വേണം ചോറ്. നമ്മളെ വീട്ടിൽ ഏറ്റവും ഫുഡ് കഴിക്കാൻ മടിയുള്ള ആളാണ് കേട്ടോ മഞ്ചുമോള്. അപ്പൊ ഞാൻ ഇലയിൽ പൊതിഞ്ഞു കൊടുക്കുകയും ചെയ്യും. എത്ര നേരം ഇല്ലെങ്കിലും അത് പൊതിഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. അപ്പൊ തുറക്കുമ്പോൾ തന്നെ ടേസ്റ്റ് ആണെന്ന് പറയും.